നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസം സമാപനത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി. 19 പേരെ കവർന്ന ദുരന്തത്തിന് 7 വയസ്സ്. മലയിടിച്ചിൽപ്പെട്ട് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കുറാഞ്ചേരി. കുറാഞ്ചേരി ദുരന്തം 2018 കേരള പ്രളയത്തിന്റെ ഏറ്റവും വേദനാജനകമായ സംഭവം നടന്നിട്ട് ഇന്നേക്ക് 7 ആണ്ട്. സുപ്രീം വോയിസ് സ്പെഷ്യൽ റിപ്പോർട്ട്. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസം സമാപനത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ രാമായണ മാസം സമാപനത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർ മന അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി അനീഷ് കൈലാസവും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോമരം വാസുദേവൻ, നമ്പീശൻ ശങ്കരൻ, ഉണ്ണികൃഷ്ണൻ മാരർ, ക്ഷേത്ര ഉപദേശക സമിതി, മാതൃസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. 19 പേരെ കവർന്ന ദുരന്തത്തിന് 7 വയസ്സ്. മലയിടിച്ചിൽപ്പെട്ട് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കുറാഞ്ചേരി. 19 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന് മലയിടിച്ചിൽപ്പെട്ട് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നാടിന്റെ അനുസ്മരണവും പുഷ്പാർച്ചനയും കുറാഞ്ചേരിയിൽ നടന്നു. സർവകക്ഷി അനുസ്മരണ ചടങ്ങിൽ ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ദുരന്തം തകർത്ത പ്രദേശം വീണ്ടെടുത്തെങ്കിലും തിരികെ വരാത്ത തങ്ങളുടെ പ്രിയപ്പെട്ടവർ കുറാഞ്ചേരി നിവാസികൾക്ക് കണ്ണീരോർമ്മയാണ്. 2018 സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ഉറങ്ങാൻ കിടന്ന 19 പേർ 16 പ്രഭാതത്തിൽ ഒരിക്കലും ഉണരാത്തവരായത് ഇന്നും നാടിന് പേടി സ്വപ്നമാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മാണം നടത്തി നാടിന് സമർപ്പിച്ചതും മണ്ണിനടിയിൽപ്പെട്ട കിണർ വീണ്ടെടുത്ത് നവീകരിച്ച് ഉപയോഗ്യമാക്കിയ അതിജീവന പാതയിൽ മികവിന്റെ കയ്യൊപ്പായി. കുറാഞ്ചേരി ദുരന്തം 2018 കേരള പ്രളയത്തിന്റെ ഏറ്റവും വേദനാജനകമായ സംഭവം നടന്നിട്ട് ഇന്നേക്ക് 7 ആണ്ട്. സുപ്രീം വോയിസ് സ്പെഷ്യൽ റിപ്പോർട്ട്. 2018 ആഗസ്റ്റ് 16 കേരള പ്രളയക്കെടുതിയുടെ നടുവിൽ കുറാഞ്ചേരി ഗ്രാമം ഭീതിയിൽ മുങ്ങിയ ദിവസം. മലയിടുക്കിന്റെ ദിശയിൽ നിന്ന് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഗർജന ശബ്ദം. മഴയാൽ കുതിർന്ന മണ്ണുകല്ലുകൾ, വൻമരങ്ങൾ എല്ലാം ചേർന്ന് ഒരു കറുത്ത തിര പോലെ താഴേക്ക് പതിച്ചു. കുന്നിൻ അടിവാരത്തിലെ 4 വീടുകൾ നിലം പൊത്തി വീണ മണ്ണിന്റെ അടിയിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ ശബ്ദം മാത്രം. നാട്ടുകാർ മഴയും പേടിയും മറന്ന് ഓടിയെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കുറച്ചുപേരെ ജീവനോടെ പുറത്തെടുത്തു. പക്ഷേ 19 പേരുടെ ജീവനും ജീവിതവും സ്വപ്നങ്ങളും ആ മണ്ണൊലിപ്പിൽ അവസാനിച്ചു. ദുരന്തത്തിന് ശേഷം ഇന്നും മഴയുടെ ആദ്യ തുള്ളി വീഴുമ്പോൾ നാട്ടുകാർക്കുള്ളിൽ ഒരിക്കലും മാറാത്ത ഒരു ഓർമ്മ. 2018 ആ കരച്ചിലുകൾ നിറഞ്ഞ ആ പുലർച്ച ഇന്നും ജനങ്ങൾക്കുള്ളിൽ ഒരു വിങ്ങലാണ്. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. വാർത്തകൾ തുടരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സനൽ കുമാറിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു. ചടങ്ങിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക M സ്വാഗതവും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് PV പദ്ധതി വിവരണവും നൽകി. മെഡിക്കൽ കോളേജ് നഴ്സിംഗ് സൂപ്രണ്ട്, സെക്യൂരിറ്റി ഓഫീസർ, മറ്റു ജീവനക്കാർ മുതലായവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിൽ വീണ്ടും പേമാരി. ലോവർ ഷോളയാറിലും
പെരിങ്ങൽകുത്തിലും റെഡ് അലർട്ട്. ജില്ലയിൽ വീണ്ടും അതിശക്ത മഴ. വൃഷ്ടി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളി രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്തത്. ലോവർ ഷോളയാറിലും പെരിങ്ങൽകുത്തിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോവർ ഷോളയാറിൽ സംഭരണശേഷിയുടെ 99.43% വെള്ളമുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 84.21% ലോവർ ഷോളയാറിന്റെ സംഭരണശേഷി 2663 അടിയാണ്. പെരിങ്ങൽകുത്തിൽ സംഭരണശേഷിയുടെ 66.44% വെള്ളമുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 61.06% 423.98 മീറ്ററാണ് സംഭരണശേഷി. ചിമ്മിനിയിൽ സംഭരണശേഷിയുടെ 76%, പീച്ചിയിൽ 63%, വാഴാനിയിൽ 72% വെള്ളമുണ്ട്. ലോവർ ഷോളയാറിലും പെരിങ്ങൽകുത്തിലും ഒഴികെ ബാക്കി ഡാമുകളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ജലനിരപ്പ് കുറവാണ്. താരസംഘടനയായ അമ്മയെ ഇനി വനിതകൾ നയിക്കും. താരസംഘടനയായ അമ്മയെ ഇനി വനിതകൾ നയിക്കും. ശ്വേതാ മേനോനാണ് അമ്മയുടെ പ്രസിഡന്റ്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ശ്വേതാ മേനോനുമായി ദേവനാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനെതിരെ രവീന്ദ്രനാണ് മത്സരിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മി പ്രിയ എന്നിവരാണ് മത്സരിച്ചിരുന്നത്. ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രൻ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 5 കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട നിര. തൃശൂർ എറണാകുളം ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. തൃശൂർ എറണാകുളം ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ഇന്നലെ രാത്രി 11 മണിയോടെ തുടങ്ങിയ ഗതാഗത കുരുക്ക് ഇന്ന് രാവിലെയും തുടർന്നു. മുരിങ്ങൂർ മുതൽ പോട്ട വരെയാണ് ഗതാഗതം ഇഴഞ്ഞു നീങ്ങുന്നത്. മുരിങ്ങൂരിലാണ് വലിയ കുരുക്ക് അനുഭവപ്പെടുന്നത്. എറണാകുളത്തേക്ക് പോകുന്ന പാതയിൽ 5 കിലോമീറ്ററോളമാണ് വാഹനങ്ങളുടെ നീണ്ട നിരയുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ചാലക്കുടി വഴി പോയാൽ ഗതാഗത കുരുക്കിൽ കുടുങ്ങും. പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, മാള വഴി പോകാൻ നിർദ്ദേശം. എറണാകുളത്തേക്ക് പോകേണ്ടവർ കൊടുങ്ങല്ലൂർ, പറവൂർ വഴി പോയാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണം. നേരത്തെ പാലിയേക്കരയിൽ നിന്നും ടോൾ പിരിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും സുപ്രീംകോടതിയെ സമീപിച്ചപ്പോൾ രൂക്ഷ വിമർശനമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 15 നടന്ന മഹാഭഗവതി സേവ ഭക്തി നിർഭരമായി. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 15 വൈകിട്ട് പ്രധാന വാതിൽ മഠത്തിൽ നടത്തിയ മഹാഭഗവതി സേവ ഭക്തി നിർഭരമായി. ശാന്തി ഉണ്ണി കാർമ്മികത്വം വഹിച്ചു. ആധ്യാത്മിക ആചാര്യ വിജയൻ മേനോൻ, പ്രകാശിനി മേനോൻ എന്നിവർ ലളിത സഹസ്ര സ്തോത്രങ്ങൾ ആലപിച്ചു. കുട്ടികൾക്ക് തുണയേകാൻ ബാലസുരക്ഷിത കേരളം. മന്ത്രി വീണ ജോർജ്. കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ബാലസുരക്ഷിത കേരളം എന്ന മാതൃകാ പദ്ധതിയുമായി കേരളം 8 വകുപ്പുകൾ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനിത, ശിശുവികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ആഭ്യന്തരം, തദ്ദേശഭരണം, സാമൂഹ്യനീതി, തൊഴിൽ, എക്സൈസ് വകുപ്പുകളാണ് കൈകോർക്കുക. കുട്ടികളുടെ സുരക്ഷയ്ക്കായി രാജ്യത്ത് ആദ്യമായാണ് ഇത്ര വിപുലമായ പദ്ധതി തയ്യാറാക്കുന്നത്. കുട്ടികൾക്കെതിരെയുള്ള പീഡനം, ബാലവിവാഹം, സ്കൂളിലെ ലഹരി ഉപയോഗം, ഭിക്ഷാടനം, ഓൺലൈൻ ദുരുപയോഗം തുടങ്ങിയവ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പഞ്ചായത്ത് തലത്തിൽ പദ്ധതി വഴി പിന്തുണ ഉറപ്പാക്കും. തെരുവിൽ കഴിയുന്ന കുട്ടികൾക്കും കുടുംബത്തിനും അഭയകേന്ദ്രം ഒരുക്കും. സ്കൂളിൽ ആരോഗ്യവകുപ്പുമായി ചേർന്ന് ശാരീരിക മാനസിക പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കും. കൗമാര ആരോഗ്യ ജീവിത നൈപുണ്യ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ കൂടുതലായി ഉൾപ്പെടുത്തും. കർക്കിടക മാസാചരണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലം നിറയും ആര്യമ്പാടം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു. ആര്യമ്പാടം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ലം നിറയും മഹാഗണപതി ഹോമവും ഭക്തിസാന്ദ്രമായി നടന്നു. രാവിലെ ക്ഷേത്രം മേൽശാന്തി ഗീതനന്ദന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം ഭക്തിസാന്ദ്രമായി ഇല്ലം നിറ നടന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസം സമാപനത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി. 19 പേരെ കവർന്ന ദുരന്തത്തിന് 7 വയസ്സ്. മലയിടിച്ചിൽപ്പെട്ട് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കുറാഞ്ചേരി. കുറാഞ്ചേരി ദുരന്തം 2018 കേരള പ്രളയത്തിന്റെ ഏറ്റവും വേദനാജനകമായ സംഭവം നടന്നിട്ട് ഇന്നേക്ക് 7 ആണ്ട്. സുപ്രീം വോയിസ് സ്പെഷ്യൽ റിപ്പോർട്ട്.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.